നമുക്ക് വളരെ ടേസ്റ്റിയും അതുപോലെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു എഗ് മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കുക്കറിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമുക്ക് ഊറ്റി വടിക്കാവുന്നതുള്ളതുകൊണ്ട് നമുക്ക് അളവൊന്നുമില്ല, എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 3 ഏലക്ക, ഗ്രാമ്പു, പട്ട എന്നിവയെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1.5 കപ്പോളം അരി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് അവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു ബൗളിലോട്ട് ക്യാപ്സിക്കം കട്ട് ചെയ്ത് ചേർക്കാം. അതിലോട്ട് 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു മാഗി ക്യൂബ്, ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് ചേർക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് എണ്ണയും ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കാം. ആ സമയം കൊണ്ട് നമ്മൾ അരി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അത് ഇനി നമുക്ക് ഊറ്റി റെഡിയാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ പുഴുങ്ങിയ മുട്ടയും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. പകുതി നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ബാറ്ററിൽ ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർക്കണം, കാരണം ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ അരി വേവിച്ച സമയത്തും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു പാത്രത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ പുറത്തുകൂടി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. നമ്മൾ ബസ്മതി റൈസ് ഇത് ഫുള്ളും കവറാവുന്ന രീതിയിൽ ഇങ്ങനെ കവർ ചെയ്ത് വയ്ക്കണം. എന്നിട്ട് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 15 മിനിറ്റോളം നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് പച്ചമുളക് കൂടെ കുത്തി വെച്ച് കൊടുക്കാം ഇതുപോലെ. എന്നിട്ട് ഒരല്പം വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത്, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ശകലം കുരുമുളകും കൂടെ നമുക്ക് അതിൻ്റെ പുറത്തുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യുക. ലോ ഫ്ലെയിമിലിടാൻ മറക്കരുത്. അങ്ങനെ കുക്കാവുമ്പോഴത്തേക്ക് നമ്മുടെ റൈസൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ അടിയിൽ പിടിച്ചിട്ടോ കുഴഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ റൈസ് മിക്സ് ചെയ്യുന്ന സമയത്ത് മുട്ട എടുത്ത് മാറ്റിയിട്ട് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്കൊന്ന് ചെറുതായിട്ട് പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മുട്ട എടുത്ത് മാറ്റിയതിന് ശേഷം റൈസ് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ മുട്ടയൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് റൈസ് എല്ലാം ഒരു ബൗളിലോട്ട് മാറ്റിയത്. ഞാനൊരു യൂട്യൂബ് ഷോർട്ട് കണ്ട് പരീക്ഷിച്ച ഒരു വീഡിയോ ആണിത്. ഇത് വളരെ സക്സസ് ആയത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.